ജഡ്ജ് നിയമനത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ സുപ്രീം കോടതി റദ്ദാക്കി. സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി ജഡ്ജ് നിയമനത്തിനായുള്ള കൊളീജിയം സംവിധാനം തുടരാനും 5 അംഗ ബെഞ്ച് ഉത്തരവിട്ടു. 1998 നടപ്പിൽ വന്ന കൊളീജിയം സംവിധാനം മാറ്റി ജഡ്ജി നിയമനത്തിനായി ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ NDA സർക്കാരാണ് കൊണ്ടുവന്നത്. കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയടക്കം 6 പേരടങ്ങുന്ന കമ്മീഷന് ജഡ്ജി നിയമനം നടത്താനായി ഭരണഘടനാ ഭേദഗതി വരുത്തി വിജ്ഞാപനമിറക്കുകയും ചെയ്തു. ഇതാണിപ്പോൾ സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് റദ്ദാക്കിയത്. കേന്ദ്ര സർക്കാർ നടപടി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. കമ്മീഷൻ നിയമനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ജസ്റ്റിസുമാരായ JS ഖേഹർ, മദൻ ബി ലോകൂർ, J ചലമേശ്വർ, കുര്യൻ ജോസഫ്, AK ഗോയൽ എന്നിവർ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. കമ്മീഷൻ നിയമനത്തിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയും റദ്ദാക്കി. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ജഡ്ജിമാരെ നിയമിക്കുന്നതിനായി നിലവിലുള്ള കൊളീജിയം സംവിധാനം തുടരാനും വിധിന്യായത്തിൽ പറയുന്നു. എന്നാൽ കൊളീജിയം സംവിധാനത്തിലും കാലോചിതമായ ഭേദഗതി വരുത്തണം. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അടുത്ത മാസം 3 മുമ്പ് നൽകാൻ ഹർജിക്കാരോടും കേന്ദ്ര സർക്കാരിനോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസ് 7 അംഗ ബെഞ്ചിന് വിടണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യം സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസ് നിയമനത്തിൽ സുപ്രീം കോടതിയുടെ അപ്രമാദിത്വം തകർക്കാനും സർക്കാർ ഇടപെടൽ നടത്താനുമാണ് ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇത് സർക്കാരും ജുഡീഷ്യറിയും തമ്മിലുള്ള നേരിട്ടുള്ള തർക്കത്തിനും ഇടയാക്കിയിരുന്നു. ഇപ്പോൾ കടുത്ത വിമർശനത്തോടെ കമ്മീഷൻ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത് കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആരംഭിക്കുന്നു. ശ്രീ JR പത്മകുമാർ, ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ അത് രാഷ്ട്രീയ പ്രേരിതമാകും എന്നുള്ളതാണ് ജഡ്ജിമാരുടെ നിലപാട്. സുപ്രീം കോടതി ആ അർത്ഥത്തിലാണ് ഇന്ന് കമ്മീഷനെ ഭരണഘടനാ വിരുദ്ധം എന്നുള്ള രീതിയിലേക്ക് അതിനെ റദ്ദാക്കുന്നതിന് കാരണമായിട്ടുള്ളത്. എന്താണ് BJP സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തിൻ്റെ ഇപ്പോഴത്തെ പരിമിതികൾ? തികച്ചും നിരാശാജനകമായ ഒരു വിധിയാണ്. കേന്ദ്ര ഗവൺമെൻറ് അതുപോലെ നിയമമന്ത്രിയും അത് തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ ജുഡീഷ്യറിയിൽ ഉണ്ടാകണമെന്ന് ഒരിക്കലും BJP ആഗ്രഹിച്ചില്ല. സത്യസന്ധമായി നിഷ്പക്ഷമായ നീതി നിർവഹണമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറ. നമുക്ക് ജനാധിപത്യത്തിൽ അന്വേഷണീയമായിട്ടുള്ളതും നിഷ്പക്ഷമായ നീതി നിർവഹണമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നിഗമനമാണ് കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 93 വരെ രാഷ്ട്രീയ ഇടപെടലായിരുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്നതെന്ന് സമ്മതിക്കേണ്ടി വരും. ജുഡീഷ്യറി അങ്ങനെയൊന്നുമല്ലല്ലോ. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൽ ഈ കാതലായ ഈ ഒരു മാറ്റം, ഈ ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു മാറ്റം വന്നിട്ടുള്ളത് 93-ലാണ്. പക്ഷേ അതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ ഇടപെടലിലാണെന്ന് സമ്മതിക്കേണ്ടി വരും. മാത്രമല്ല, ഈ ഈ കൊളീജിയം സംവിധാനം ഭരണഘടനാപരമായ ഒരു സൃഷ്ടിയല്ല. ഇത് കോടതി ജഡ്ജ്മെൻറ്റിലൂടെ, വിധികളിലൂടെ സമ്പാദിച്ചെടുത്ത ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ മാറ്റമുണ്ടെങ്കിലോ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ ഭരണകൂടമോ ജനാധിപത്യ വിശ്വാസികളോ ചൂണ്ടിക്കാണിച്ചാൽ അത് മാറ്റം വരുത്താൻ കോടതിയും തയ്യാറാകേണ്ടതുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഏറ്റവും കൂടുതൽ സ്വയം വിമർശനം ഏറ്റുവാങ്ങാതെ ഉള്ളതും തെറ്റുതിരുത്തൽ നടപടി കുറച്ചു മാത്രം ഉണ്ടായിട്ടുള്ളതും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ കാലാനുസൃതമായൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചാൽ. പക്ഷേ ശ്രീ JR പത്മകുമാർ, ഈ ജുഡീഷ്യറിയുടെ പരമാധികാരത്തെ അതല്ലെങ്കിൽ അതിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സുപ്രീം കോടതി പരിശോധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിൽ യാതൊരു പുതുമയും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് കാണേണ്ടതുണ്ടോ? ഇത് 93-ൽ സെക്കൻഡ് ജഡ്ജസ് കേസിൽ ഒരുപക്ഷെ ഇതേ നിലപാട് തന്നെ സുപ്രീം കോടതി എടുത്തിട്ടുള്ളതാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ, അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ആവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതൊരു പുതിയ രീതിയിൽ ജഡ്ജിമാർ അവരുടെ ഒരു മേധാവിത്വം കാണിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോയി എന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെയല്ല നമ്മൾ ഇതിനെ കാണാത്തത്. ജുഡീഷ്യറി ആയാലും എല്ലാവരും ഭരണഘടന അനുസൃതമായിട്ട് പ്രവർത്തിക്കേണ്ട. ജുഡീഷ്യറിക്ക് അധികാരം കിട്ടിയിട്ടുള്ളത്, പാർലമെൻറ്റിന് അധികാരം കിട്ടിയിട്ടുള്ളത്, എക്സിക്യൂട്ടീവിന് അധികാരം കിട്ടിയിട്ടുള്ളത് എല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് ബന്ധപ്പെട്ടാണ്. ഭരണഘടനയ്ക്ക് അതീതമല്ല ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും. എന്നാൽ തന്നെയും ഭരണഘടനയിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി ലെജിസ്ലേച്ചർ എന്തെങ്കിലും മാറ്റമുണ്ടാക്കിയാൽ കോടതികൾക്ക് ഇടപെടാനുള്ള അവകാശമുണ്ട്. അതാണ് ഇപ്പോൾ ഈ വിധിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതിന് ന്യായാന്യായങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ
ഇതെന്താ കൊളീജിയം എന്നുള്ള സംവിധാനം? ജുഡീഷ്യറിയെ നിയമിക്കുന്നത് ജുഡീഷ്യറി തന്നെ ആകണം, അതിലാരും മാറ്റം ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം എന്തായാലും അത് അത്ര ഗുണകരമല്ല ജനാധിപത്യത്തിന് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അംബേദ്കർ തന്നെ ജുഡീഷ്യറി ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഇത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടത്തിനും അതുപോലെ തന്നെ സർക്കാരിനും പോലും നൽകാത്തൊരു ആനുകൂല്യം ജഡ്ജിമാർക്ക് നൽകണം എന്നുള്ളത് അത് ജനാധിപത്യത്തിൻ്റെ ശക്തിക്ക് പുരോഗതിക്ക് നല്ലതല്ല എന്ന് അദ്ദേഹം. പക്ഷേ ആ ഒരു കൊളീജിയത്തിന് പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് ആദ്യത്തെ കണ്ടെത്തലൊന്നുമല്ല. ഇത് ജഡ്ജിമാർ തന്നെ അവർ തന്നെ സ്വയം അംഗീകരിക്കുന്നതാണ്. പക്ഷെ അതിനുള്ളൊരു സംവിധാനം, അതിനുള്ളൊരു മരുന്ന്, അതിനുള്ളൊരു മറുപടി ഇത്തരത്തിൽ രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ കൈ കടത്താൻ പറ്റുന്ന ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഒരു സംവിധാനമല്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അങ്ങനെയല്ലല്ലോ. ഇതിലും ഈ വെളിയിലുള്ള രാഷ്ട്രീയക്കാർക്ക് ഇതിൽ എന്താ സ്വാധീനം വരാൻ പോകുന്നത്? രാഷ്ട്രീയമാണല്ലോ ജനാധിപത്യത്തിൽ. ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയ സംവിധാനങ്ങളിൽ കൂടി തന്നെയാണല്ലോ, പ്രാദേശിക സഭകളിൽ കൂടി തന്നെയാണല്ലോ. അപ്പോൾ രാഷ്ട്രീയം ഈ രാജ്യത്തെല്ലാം മോശമാക്കും എന്നുള്ള ആ ഒരു സങ്കല്പം തന്നെ തെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ 1993 വരെ നിലവിലുണ്ടായിരുന്ന സംവിധാനം എല്ലാം തെറ്റാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. എന്താണ് ഇതിൽ നിയമപരമായും രാഷ്ട്രീയമായും ഉള്ള പ്രശ്നം? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും ഡോക്ടർ സമ്പത്തും അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജും കൂടി ചർച്ചയിലേക്ക് ചേർന്നിട്ടുണ്ട്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ, കൊളീജിയത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാം, അത് നന്നാക്കി പോകാം എന്നാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിലപാട്. അതിനുവേണ്ടി ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷനെ ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് റദ്ദാക്കുന്നു. അത് വേണ്ട. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട്? ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റുകൾ ഏറ്റെടുത്താൽ സർക്കാരിൻ്റെ സ്വാധീനം, സർക്കാർ നോമിനേറ്റ് ചെയ്ത 2 മെമ്പർമാരും നിയമമന്ത്രിയും കേന്ദ്ര നിയമമന്ത്രിയും അതിൽ മെമ്പർമാരയക്കുന്നിടത്തോളം കാലം ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം നിയമനത്തിൽ വരും എന്നാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് കോടതിയുടെ സ്വതന്ത്രത നിലനിർത്തണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് പഴയ മാതിരി 20 വർഷമായിട്ട് തുടർന്നു വരുന്ന കൊളീജിയം തന്നെ കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ ഒരു കാര്യം മാത്രം, കൊളീജിയത്തിന് എതിരായ ആരോപണങ്ങൾ, ന്യൂനതകൾ, അത് സുപ്രീം കോടതി ഗൗരവമായി പരിഗണിച്ചത് വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. സുപ്രീം കോടതി അതിനുവേണ്ടി സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചതായിട്ട് ഇന്ന് പത്രത്തിൽ മാധ്യമത്തിൽക്കിടെ അറിഞ്ഞു. അങ്ങനെ ഒരു തിരുത്തൽ ഈ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സിൽ കഴിഞ്ഞ പല വർഷങ്ങളുമായിട്ടും ഒത്തിരി പാളിച്ചകൾ പറ്റിയത് ജുഡീഷ്യറി വരെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കഴിവില്ലാത്ത ധാരാളം പേര് ജഡ്ജിമാരായി, ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ജഡ്ജിമാരായി. അതുകൊണ്ട് അതിനെയെല്ലാം മാറ്റി ഒരു സുതാര്യത നിലവിൽ കൊണ്ടുവന്ന് ഈ കൊളീജിയം സിസ്റ്റത്തിന് നന്നാക്കിയാൽ തീർച്ചയായിട്ടും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിലനിർത്താൻ നോക്കും. അത് രാജ്യത്തിനും ഗുണം ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്ന് പറയാനുള്ളത്, ഒരു സ്വാധീനമില്ലാത്ത ഞാൻ രാഷ്ട്രീയപരമായോ അല്ലാതെ ഒരു സ്വാധീനമില്ലാത്ത ഞാൻ ഒരു ജഡ്ജി ആയെങ്കിൽ അത് കൊളീജിയം സിസ്റ്റം നിലവിലുള്ളതുകൊണ്ട് മാത്രമാണ്. വേറൊന്ന് ഞാൻ പറയാം, പ്രഗത്ഭരായ ജഡ്ജിമാർ സുപ്രീം കോടതിയിലെ ശ്രീ VR കൃഷ്ണയ്യരോ ശ്രീ KK മാത്യുവോ ഒക്കെ ഈ കൊളീജിയം സിസ്റ്റത്തിലാണെങ്കിൽ ഒരുപക്ഷെ ജഡ്ജിമാരാവില്ലായിരുന്നു. അതാണ് സ്ഥിതിവിശേഷം. കൊളീജിയത്തിൻ്റെ ഒരു ന്യൂനത, പല ന്യൂനതകളും കൊളീജിയത്തിനുണ്ട്. സമർത്ഥരായവർക്ക് പകരം വെറും സീനിയോറിറ്റി മാത്രം ഹൈക്കോടതി കയറിപ്പറ്റിയാൽ, സ്വാധീനത്തിലോ അല്ലാതെ കയറിപ്പറ്റിയാൽ സീനിയോറിറ്റി മാത്രം ബേസിസിൽ. ശ്രീ രാമേന്ദ്രൻ നായർ, പഴയ കാലമല്ല. അന്ന് ജസ്റ്റിസ് PR കൃഷ്ണയ്യർ ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റിയ ആളുകളും അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. പഴയ കാലമല്ലല്ലോ. അങ്ങനെ ഉള്ളപ്പോൾ ജഡ്ജിമാരെല്ലാം വളരെ കൃത്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു ജനാധിപത്യപരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി എല്ലാവർക്കും അവസരം കൊടുക്കുന്നതിന് വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷനാണ് ആളുകൾക്ക് ജോലി കൊടുക്കുന്നത്. മറ്റ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെയുണ്ട്, ഇവിടെ സംസ്ഥാനത്ത് വേറെയുണ്ട്. ഇങ്ങനെയുള്ള എവിടെയും ഉണ്ടല്ലോ ഒരു സെലക്ഷൻ പ്രോസസ്, എല്ലാവർക്കും അവസരം കൊടുക്കുന്ന രീതിയിൽ. അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടുവരുന്നതിന് അതിലെന്തെങ്കിലും പാളിച്ചയുണ്ടെങ്കിൽ അത് നേരെയാക്കിയാൽ പോരെ? അങ്ങ് തന്നെ പറയുന്നത് പോലെയുള്ള പാളിച്ചകളുള്ള കൊളീജിയം തന്നെ വേണോ? അതിലെ കൊളീജിയത്തിന് പകരം ഒരു പുതിയ സംവിധാനമാണ് ഈ പുതിയ ഭരണഘടനാ അമെൻമെൻറ്റിലൂടെ ഗവൺമെൻറ് കൊണ്ടുവന്നത്. അതിനകത്ത് ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്ത് ജഡ്ജിമാരുടെ നമ്പർ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് 2 സീനിയർ മോസ്റ്റ് ജഡ്ജിമാരും
അതുകൂടാതെ അതുപോലെ ഈക്വൽ നമ്പർ ഗവൺമെൻറ്റിൻ്റെ നോമിനീസ്, കേന്ദ്ര നിയമമന്ത്രി, അതുപോലെ 2 നോമിനീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന ആളാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കൺകറൻസോടെ വേണം നോമിനേഷൻ. എങ്കിൽ പോലും ഗവൺമെൻറ് നോമിനീസാണ് അവർ. അപ്പോൾ ഗവൺമെൻറ് തീർച്ചയായിട്ടും അപ്പോയിൻമെൻറ്റുകളിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കൈകടത്തലാണത്. ഗവൺമെൻറ്റിന് ഒരു റോള്, ഒരു സേ അപ്പോയിൻമെൻറ്റിലുണ്ട് എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് വന്നു. ഇപ്പം വലിയ വലിയ മാറ്റങ്ങളാണ് ഗവൺമെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കാര്യങ്ങളിലാണ് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ട്രഡീഷണലായിട്ടുള്ള കോടതിയുടെ ഇടപെടലുകളല്ല ഇന്ന് കോടതി വിധികൾ കൊണ്ട് ധാരാളം രാഷ്ട്രീയക്കാർ വളരെ പ്രതിരോധത്തിലായിട്ടുണ്ട്. പലർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്, ക്രിമിനൽ കേസ് ഉൾപ്പെടെ. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാർക്ക് ധാരാളം ആശങ്കയുണ്ട്. കോടതിയുടെ ഇത്ര ഒരു ഇൻഡിപെൻഡൻസ്, കോടതിയുടെ ഇത്ര സ്വതന്ത്രമായൊരു മനോഭാവം അല്ലെങ്കിൽ വിധിയെഴുത്തലുകൾ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും അവർക്ക് സ്വാധീനമുള്ളവർ, അവർക്ക് താല്പര്യമുള്ളവർ ജുഡീഷ്യറിയിൽ കടന്നു വരേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നസെൻ്റ് ആണ് ഇപ്പോഴത്തെ ഈ അമെൻമെൻറ്റ്. രാഷ്ട്രീയക്കാർക്ക് യാതൊരു രാഷ്ട്രീയ ഉദ്ദേശവുമില്ല, ജുഡീഷ്യറി കൈകടത്താൻ യാതൊരു വിധ ഉദ്ദേശവും ഇല്ലെന്നുള്ളത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കോടതിയുടെ ഒരു ആശങ്കയെന്ന് പറയണത് ഇങ്ങനെയുള്ള രാഷ്ട്രീയ നോമിനീസായിട്ട് വരുന്നവർ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ എപ്പോഴും ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആൾ ഒരു പെൻഷൻ പറ്റാനിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു അനുകമ്പ രാഷ്ട്രീയക്കാരോട് തോന്നിയാൽ അവർ രണ്ടുപേരും വിചാരിച്ചാൽ ഈ ഗവൺമെൻറ് നോമിനികൾ തീർത്തും ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ മാത്രമായി മാറ്റാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതിയുടെ ആശങ്ക ശരിയല്ലെന്ന് പറയാനൊക്കില്ല. പിന്നെ ഒരുപക്ഷെ ശ്രീ സി എൻ രാമേന്ദ്രൻ, ഞാൻ തിരിച്ചെത്താം. ഇന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിയമ വിദഗ്ധർ കൂടിയാണ്. എല്ലാവരും അഡ്വക്കേറ്റുമാരും അതിൽ മുകളിലേക്കുള്ള പഠനങ്ങൾ നടത്തിയ ആളുകളും ഒക്കെ തന്നെയാണ്. ഞാൻ ഡോക്ടർ സമ്പത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജിനെ കൂടെ ഒന്ന് ഇപ്പോൾ കേൾക്കാൻ തോന്നുന്നു. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ പറഞ്ഞത് കേട്ടല്ലോ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്? കേട്ടു. എന്താണ് ആ നിലപാടിനോടുള്ള താങ്കളുടെ പ്രതികരണം? ഞാൻ ബഹുമാനിക്കുന്ന ന്യായാധിപനാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ. പക്ഷേ കൊളീജിയം സമ്പ്രദായം സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് ബഹുമാനപൂർവ്വം തന്നെ വിയോജിപ്പുണ്ട്. കാരണം കൊളീജിയം സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഒന്നായിരുന്നില്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ 93-ലെ സെക്കൻഡ് ജഡ്ജസ് കേസ്, 98-ലെ തേർഡ് ജഡ്ജസ് കേസ്, ഈ 2 വിധികളിൽ ഭരണഘടനയുടെ 124-ാം അനുച്ഛേദവും 217-ാം അനുച്ഛേദവും വിവരിക്കുന്ന ചീഫ് ജസ്റ്റിസിൻ്റെയുമായിട്ടുള്ള ചർച്ച, കൺസൾട്ടേഷൻ എന്ന വാക്കിനെ കൺകറൻസ്, ചീഫ് ജസ്റ്റിസിൻ്റെ കൊളീജിയത്തിൻ്റെ സമ്മതി എന്നാക്കി വ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഭരണഘടനയിലെ ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളിലെ പദപ്രയോഗങ്ങളുടെ സാധാരണ നിഘണ്ടു അർത്ഥങ്ങളെ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് കൊളീജിയം സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ എ സ്ട്രെയിഞ്ച് ക്രീച്ചർ ഓഫ് കൊളീജിയം, ഒരു വിചിത്ര ജീവി. ഇത് ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ കൊളീജിയത്തിൻ്റെ റിഫർമേഷൻ തീർച്ചയായിട്ടും ഇതിനകം ഈ ശ്രീ രാമേന്ദ്രൻ നായരോട് ഞാൻ ഒരു കാര്യത്തിൽ യോജിക്കുന്നു. കാരണം ഇപ്പോൾ ഭരണഘടന ഇപ്പോൾ NJAC-യിലൂടെ വരുന്ന, കമ്മീഷനിലൂടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകാമെന്നുള്ളത് തീർച്ചയായിട്ടും അത് മാറ്റപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് മാറ്റുവാൻ വേണ്ടി കൊളീജിയത്തെ പരിഷ്കരിക്കുവാനുള്ള അധികാരം ഒരു ജനാധിപത്യ ക്രമത്തിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് നമ്മുടെ ന്യായാധിപന്മാർ കൈയാളുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കൊളീജിയം സമ്പ്രദായത്തിൽ തീർച്ചയായിട്ടും NJAC സമ്പ്രദായത്തിൽ പരിമിതികളുണ്ട്, പരാധീനതകളുണ്ട്, ന്യൂനതകളുണ്ട്. ബ്രിട്ടനിലെ സംവിധാനം നോക്കൂ. ഒരു 15 അംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അവിടെ ന്യായാധിപ നിയമനം നടത്തുന്നത് വിത്ത് എ ലേ ചെയർ. അതായത് 15 അംഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ അഭിഭാഷകനല്ല, ന്യായാധിപനല്ല, രാഷ്ട്രീയക്കാരനല്ല, ഒരു സാധാരണക്കാരനാണ്. അവിടെ അഭിഭാഷകരുണ്ട്, ന്യായാധിപരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, അക്കാഡമിക്കുകളുണ്ട്, പത്രപ്രവർത്തകരുണ്ട്. ഈ കമ്മീഷനിൽ 3 പ്രവിശ്യകളിലെ സ്കോട്ട്ലാൻഡ്, അയർലൻഡ്, ബ്രിട്ടൻ ആളുകളുണ്ട്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം, അതുപോലെ മറ്റു രീതിയിലുള്ള പ്രാതിനിധ്യം, അതിൻ്റെ സ്വതന്ത്ര സ്വഭാവം, അതിലെല്ലാം ഉപരി അപേക്ഷ, ലാൽ ചോദ്യത്തിൽ ശരിയായി സൂചിപ്പിച്ചതുപോലെ വേക്കൻസികൾ വിജ്ഞാപനം ചെയ്യപ്പെടുന്നു. അപേക്ഷ അയക്കുവാനുള്ള അവകാശം, പൗരന്മാരുടെ അവകാശം, അത് അവസര സമത്വത്തിനുള്ള അവകാശം കൂടിയാണ്. നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നതാണ്.
ഒരു ഉന്നത കോടതികളിൽ ഒഴിവുകൾ വന്നു കഴിഞ്ഞാൽ അവ ഇവിടെ വിജ്ഞാപനം ചെയ്യപ്പെടുന്നില്ല. അഡ്വക്കേറ്റ് കാളി സുന്ദരാജ്, അതായത് ഈ കൊളീജിയം ഈ പറഞ്ഞ അർത്ഥത്തിലേക്ക് ജനാധിപത്യപരവും അവസര സമത്വം ഉണ്ടാക്കുന്നതും ആകുകയാണെങ്കിൽ അതും വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ആകില്ലേ? അങ്ങനെ പറഞ്ഞുകൂടെ? അല്ല, അവിടെ ഒരു പ്രശ്നമില്ല. ചോദിച്ചതിലൊരു ശരിയുണ്ട്. ഒരു പരിഷ്കാരത്തിനുള്ള സാധ്യത, ഇപ്പോൾ ഭരണഘടന കൃത്യമായ നിയമത്തിന് എതിർ നിൽക്കുന്ന ചില വിധികൾ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പുകവലി നിരോധന നിയമം, അത് കോടതി ചെയ്യേണ്ട കാര്യമല്ല, പക്ഷേ കോടതി അത് ചെയ്തപ്പോൾ ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറയുന്നത് താത്വികമായി കൊളീജിയം സമ്പ്രദായത്തെ പരിഷ്കരിക്കുവാനുള്ള, അതിനുള്ള ആശയങ്ങൾ ക്ഷണിച്ചു വരുത്തുവാനുള്ള ആ രീതിയിലുള്ളൊരു നയരൂപീകരണം, ആ രീതിയിലുള്ളൊരു നിയമനിർമ്മാണം, അത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആത്യന്തികമായി കോടതിയുടെ ധർമ്മമല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് നിയമനിർമ്മാതാക്കൾക്ക് നല്ലൊരു അവസരം കിട്ടിയപ്പോൾ അതിനെ കൂടുതൽ സ്വതന്ത്രമായി ഈ ബ്രിട്ടീഷ് രീതിയിലൊക്കെ ഉപയോഗിക്കാതെ, ബ്രിട്ടനിൽ തന്നെ നോക്കൂ, ഇപ്പോഴവിടെ പറയുന്നത് ന്യായാധിപ നിയമനത്തിന് സൗത്ത് ആഫ്രിക്കയിലെ ഭരണഘടനയിൽ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ഓപ്പൺ ഇൻ്റർവ്യൂ വേണമെന്നാണ്. അവിടെ ബ്രിട്ടനിലെ താരതമ്യേന മെച്ചപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷനിൽ പോലും അവിടെയുള്ള ആളുകൾക്ക് തൃപ്തിയില്ല. അതിൽ ലിംഗസമത്വം ഉറപ്പുവരുത്തപ്പെടുന്നില്ല, അതുപോലെ മറ്റു രീതിയിലുള്ള സമത്വം ഉറപ്പുവരുത്തുന്നില്ല. ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് വരുന്നത്. നോൺ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട്, പരമ്പരാഗതമല്ലാത്ത, അതായത് അച്ഛനും അമ്മയും മറ്റുള്ള ആളുകളും അഭിഭാഷകരോ ജഡ്ജിമാരോ അല്ലാത്ത മേഖലകളിൽ നിന്ന് ന്യായാസനങ്ങളിലേക്ക് ആളുകൾ എത്തുന്നില്ല. അതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവ്യൂ വേണം. ഇതാണ് ബ്രിട്ടനിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ശരിയാണ് NJAC സംവിധാനത്തിൽ പാളിച്ചകളുണ്ട്, അതിൽ സുതാര്യത കുറവുണ്ട്, അതിൽ നടപടിക്രമമായിട്ടുള്ള പരാധീനതകളുണ്ട്. പക്ഷേ കൊളീജിയം അതിന് പകരം ആവില്ല. അതിനകത്ത് ഈ പറഞ്ഞ സുതാര്യത ഒന്നും ഇല്ല എന്നാണ്. ഞാൻ തിരിച്ചെത്താം അഡ്വക്കേറ്റ് കാളീശ്വരൻ. ഡോക്ടർ സമ്പത്ത്, ഞാൻ അങ്ങ് ഒരുപക്ഷെ കഴിഞ്ഞ പാർലമെന്റിലും ഇതിൻ്റെ ചർച്ചകളൊക്കെ തുടങ്ങിയ സമയത്തും ഇതിൻ്റെ പല രൂപങ്ങൾ ഒക്കെ കണ്ട ആളാണ്. ഇപ്പോൾ ഇത് ഈ രൂപത്തിലായിരിക്കുന്നു. ഇത് ലോക്സഭയും രാജ്യസഭയും ഒക്കെ പാസ്സാക്കി, 16ഓളം സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കി, പ്രസിഡന്റ് സമ്മതി കൊടുത്ത് ആക്റ്റായി കഴിഞ്ഞ സാധനമാണിത് ഇപ്പോൾ റദ്ദാക്കപ്പെടുന്നത്. പക്ഷേ അന്ന് സീതാറാം യെച്ചൂരിയെ പോലെയുള്ളവർ രാജ്യസഭയിൽ അതിൻ്റെ തുടക്ക സമയത്ത് ഒരു കമ്മീഷൻ വരുന്നതിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയത്തെ എതിർത്ത ഒരു ഘട്ടവും ഉണ്ടായിട്ടുണ്ട്. അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് എന്താണ് അതിനെ എതിർക്കുന്നതിന് കാരണം, ഇതിലെ പ്രശ്നങ്ങൾ? CPIഎമ്മിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ ഈ ബില്ലിൻ്റെ മേൽ ചർച്ചയിൽ പങ്കെടുത്ത ആൾ ഞാനാണ്. CPIഎമ്മിന് വേണ്ടി ലോക്സഭയിൽ ഈ ബില്ലിന്മേൽ ചില ഭേദഗതി നിർദ്ദേശങ്ങൾ ഞാൻ നൽകുകയുമുണ്ടായി. ഞാൻ ചർച്ചയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഗവൺമെൻറ് അംഗീകരിക്കാൻ തയ്യാറായില്ല. എൻ്റെ ഭേദഗതികൾ സ്വാഭാവികമായി ഒരു പ്രതിപക്ഷ അംഗം നൽകിയ ഭേദഗതിയാണ്. ഗവൺമെൻറ് പക്ഷം അത് അംഗീകരിച്ചില്ല എങ്കിൽ അത് വോട്ടിനിട്ട് തള്ളുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ ഇവിടെ ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ തീരുമാനിക്കും. ഇത് ഏത് സാമാന്യ നീതിക്ക് നിരക്കുന്നതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് പാർലമെൻറ്റിനോട്, ലെജിസ്ലേച്ചറിനോട് ഉത്തരവാദിത്വമുള്ളതാണ് എന്ന് ഭരണഘടന തന്നെ അനുശാസിക്കുന്നു. നമ്മുടെ ജുഡീഷ്യറി ആരോടാണ് ഉത്തരം പറയേണ്ടത്? ഇന്ത്യയുടെ ഭരണഘടനയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നെല്ലാം പറയുമ്പോൾ ജുഡീഷ്യറി ആരോടാണ് ഉത്തരം പറയുന്നത്? ജുഡീഷ്യറി ആരോടാണ് ഇത് അക്കൗണ്ടബിൾ? അതാണ് എൻ്റെ ഒരു വിനീതമായ ചോദ്യം. ശ്രീ പത്മകുമാറിനെ പോലെ തന്നെ, ശ്രീ കാളീശ്വരൻ രാജിനെ പോലെ തന്നെ ഞാനും ഒരു അഭിഭാഷകനായിരുന്ന ആളും ഇപ്പോഴും റോളിൽ അഭിഭാഷകനായിട്ടുള്ള ഒരാളുമായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ജുഡീഷ്യറി ആരോടാണ്? വക്കീലന്മാരോടോ, അഭിഭാഷകരോടോ, അതല്ല എക്സിക്യൂട്ടീവിനോടോ, അതല്ല ലെജിസ്ലേച്ചറിനോടോ? പക്ഷെ അവിടെ ജസ്റ്റിസ് രാമേന്ദ്രനാഥ് പറഞ്ഞ ഒരു രാഷ്ട്രീയ സമൂഹമാണ് അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ അല്ല, ഇവിടെ ഒരു പ്രസക്തമായ ഒരു ചോദ്യം. ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് ജുഡീഷ്യറിയിൽ നിന്ന് ആരും ഇക്കാര്യത്തിൽ റിട്ടയർ ചെയ്ത ജഡ്ജിമാരോ അതല്ല ഇന്ന് നിലവിലുള്ള ജഡ്ജിമാരോ ആരും ഞാൻ ചോദിച്ചതുപോലുള്ള ചോദ്യത്തിന് അവരാരും മറുപടി പറഞ്ഞിട്ടില്ല. ലോകത്തിലെ ഏത് രാഷ്ട്രത്തിലാണ് ജുഡീഷ്യറിയിൽ ഉള്ളവരുടെ പിൻഗാമികളെ തന്നെ തീരുമാനിക്കുന്നത്? ഇവിടെ നിലവിലുള്ള ഹൈക്കോടതി ജഡ്ജിമാരുടെ വേക്കൻസികൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ വേക്കൻസികൾ ഒഴിഞ്ഞുകിടക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ലാലിന് അറിയാമോ? ഞാൻ പാർലമെൻറ്റിൻ്റെ ലോ ആൻഡ് ജസ്റ്റിസ്, പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗ്രീവൻസിൻ്റെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമെന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെൻ്ററി സമിതികളിലുള്ള ചർച്ചകളെല്ലാം തന്നെ അതുപോലെ എനിക്കൊരു മാധ്യമങ്ങളുടെ മുമ്പാകെ പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ എൻ്റെ അറിവ് വെച്ചുകൊണ്ട് പറയുകയാണ്, ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഉള്ള ജഡ്ജിമാർ
ലാലിന് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ലാലിൻ്റെ മകനോ മരുമകനോ അടുത്ത ബന്ധുവോ അല്ല. പക്ഷേ ലാല് ഒരു ഹൈക്കോടതി ജഡ്ജിയാണ്. ലാലിന് വേണ്ടപ്പെട്ട ഒരാളിനെ ജഡ്ജിയാക്കണം. ശരി, അത് ജഡ്ജിയാക്കുന്നതിന് ഞാൻ സമ്മതം മൂടുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളിനെ ജഡ്ജിയാക്കുന്നതിന് ശ്രീ പത്മകുമാർ സമ്മതം മൂടുന്നു. പത്മകുമാറിന് വേണ്ടപ്പെട്ട ഒരാളിനെ ജഡ്ജിയാക്കുന്നതിന് ശ്രീ കാളീശ്വരൻ രാജ് സമ്മതം മൂടുന്നു. ഈ സമ്മതം മൂടലുകൾ നടക്കാത്തത് കൊണ്ട് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളിൽ എത്രയോ വേക്കൻസികൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതൊന്നും തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഇതെല്ലാം ഈ കൊളീജിയം സിസ്റ്റത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഇതെല്ലാം നടന്നത്. ഇവിടെ വാസ്തവത്തിൽ ഞാൻ നിങ്ങളുടെ പുറംചൊറിയാം, നിങ്ങൾ എൻ്റെ പുറംചൊറിയുക എന്ന് രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ജുഡീഷ്യറിയിൽ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നല്ലോ. ഇത് മറ്റൊരു സംവിധാനത്തിൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് കമ്മീഷൻ പോലെ ഒരു സംവിധാനത്തിൽ സംഭവിക്കില്ല എന്നങ്ങനെ പറയാൻ സാധിക്കും? നിലവിലുള്ള സംവിധാനത്തിന് ഒരുപാട് പോരായ്മകൾ ഉള്ളതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് പൊതുചർച്ച പൊതുസമൂഹത്തിൽ തന്നെ ഉയർന്നു വന്ന് വലിയ വിമർശനങ്ങൾ. ഇങ്ങനെ ഒരു രാജ്യത്ത് ജഡ്ജിമാരെ നിയമിക്കുന്ന ഒരു സംവിധാനം, നമ്മളെല്ലാവരും ഈ നാട്ടിലെ നിയമനം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതാത് കാലങ്ങളിലെ ഗവൺമെൻറ് ആണല്ലോ PSC മെമ്പർമാരെ നിയമിക്കുക. സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ അതാത് കാലത്തെ ഗവൺമെൻറ് ആണല്ലോ അവരെ നിയമിക്കുക. ഇതെല്ലാം വാസ്തവത്തിൽ UPSCയുടെ എല്ലാ നിയമനങ്ങൾ അവരല്ലേ ഇവിടെ സിവിൽ സർവീസിൻ്റെ പരീക്ഷ നടത്തുകയും അതിൻ്റെ ഇൻ്റർവ്യൂ നടത്തുകയും അവിടെ നിയമിക്കുകയും ചെയ്യുന്നത്. ഇതിനെ സംബന്ധിച്ച് ആരും ഇതുവരെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിമർശനങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. സംസ്ഥാനങ്ങളിലെ PSCയെ സംബന്ധിച്ച് കാര്യമായ വിമർശനങ്ങൾ ഉണ്ടായില്ലല്ലോ. ജുഡീഷ്യറിയെ സംബന്ധിച്ചുള്ള കാര്യം ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം വല്ലാതെ ഇൻസുലേറ്റഡ് ആയി ഇരിക്കാനായി ആഗ്രഹിക്കുന്നു എന്ന നിലയിൽ നമ്മുടെ ജുഡീഷ്യറി കരുതുന്നുവെങ്കിൽ ഇവിടെ ഒരു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 1950കളുടെ ആരംഭത്തിൽ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള കേസിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ AK ചോദ്യം, ആ ചോദ്യത്തിന് അന്ന് സുപ്രീം കോടതി ഒരു ബഹുമാനപ്പെട്ട ജഡ്ജി മാത്രം വിയോജനക്കുറിപ്പ് അന്ന് രേഖപ്പെടുത്തി. അതാണ് ശരിയെന്ന് പിൽക്കാല ചരിത്രം തെളിയിച്ചു. തീർച്ചയായിട്ടും ഇതിൽ അവസര സമത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒക്കെ വലിയ ചോദ്യങ്ങളുണ്ട്. അതിൽ ഏതാണ് സ്വീകരിക്കപ്പെടുക? ഈ നേരത്തെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ കുറച്ചാളുകൾ മാത്രം ചേർന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുകയും ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ ആണോ ശരി എന്നുള്ളത് കൂടി ചർച്ച ചെയ്യപ്പെടണം. അതിനൊപ്പം രാഷ്ട്രീയവും. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, ഈ കൊളീജിയത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച എല്ലാ പ്രശ്നങ്ങളും ഉള്ളപ്പോൾ തന്നെ ഇത് നേരത്തെ ഉള്ളൊരു കീഴ്വഴക്കത്തിൻ്റെ ഫലമായി കോടതിയുടെ വിധികളെ തുടർന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം. അവിടെ തന്നെ എന്താണ് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് ആണ് ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റുകൾ പലപ്പോഴും അങ്ങനെയാണ് നടത്തേണ്ടത്. അതാണ് നടത്തുന്നതെന്നാണ് വിശ്വാസം. എന്നാൽ പലപ്പോഴും ഒരു കാലഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് അതുപോലും ചെയ്യാതെ ചീഫ് ജസ്റ്റിസിനൊക്കെ തോന്നിയതുപോലെ ജഡ്ജിമാരെ നിയമിക്കുക എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇത് അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ജുഡീഷ്യറിയുടെ അവസ്ഥ എന്താകും? ഈ പറയുന്ന ഇൻഡിപെൻഡൻസിന് എന്താണ് സംഭവിക്കുക? ഈ വിമർശനങ്ങൾക്ക് കാതലില്ലേ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ? അല്ല അത് ആ ആശങ്കയ്ക്ക് ശരിയല്ല മുഴുവനും. കാര്യം വെച്ചാൽ ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് ഇക്കടെയാണ് 1998 ഈ കൊളീജിയം സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഈ എങ്ങനെയാണ് ഈ നിയമന സംവിധാനം, ജഡ്ജിമാരെ നിയമിക്കുന്ന സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്. അതിൽ ചില കാൻഡിഡേറ്റുകളെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സജഷനിൽ, പ്രൈം മിനിസ്റ്ററുടെയും വിജിലൻസ് റിപ്പോർട്ടിൻ്റെ ഒക്കെ സജഷനിൽ ചില കേസുകളിൽ പ്രസിഡന്റ് റിജക്റ്റ് ചെയ്ത കേസുകളുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്ത കേസുകളുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ സുപ്രീം കോടതിക്ക് ആ അപ്പോയിൻമെൻറ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ വേറൊന്ന്, ഈ കൊളീജിയം സിസ്റ്റം, ആ സംവിധാനം തീർത്തും വിജയകരമല്ലായിരുന്നു. അതിൽ ഒത്തിരി ബന്ധുമിത്രാദികളെ അപ്പോയിൻ്റ് ചെയ്ത്, കഴിവില്ലാത്തവരെ അപ്പോയിൻ്റ് ചെയ്ത് ജഡ്ജിമാർ പല രീതിയിലും അതിനെ ദുരുപയോഗം ചെയ്തു. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ജഡ്ജി പ്രസിഡൻറ്റിന് എഴുത്തെഴുതിയത് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ജഡ്ജി ആകാത്തതിൻ്റെ കാരണം വേറ്റൊരു സുപ്രീം കോടതി ജഡ്ജിയുടെ സഹോദരിയെ 4 കൊല്ലത്തേക്ക് ഹൈക്കോടതി ജഡ്ജിയാക്കാൻ സമ്മതിക്കാത്ത ഒറ്റ കാരണം കൊണ്ട്. അങ്ങനെയുള്ള ധാരാളം സ്വന്തക്കാരെ നിയമിക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തി വിജയിച്ചിട്ടുള്ളവരുണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസുമാരും ഒക്കെ. അതുകൊണ്ട് ഈ കൊളീജിയം സിസ്റ്റത്തിനെ പുനഃപരിശോധന, അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കാനുള്ളൊരു മീറ്റിംഗ് വിളിക്കുക എന്ന് പറഞ്ഞത് തന്നെ വളരെ ആശാവഹമായ ഒരു കാര്യമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന്. പക്ഷേ എങ്ങനെയെല്ലാം ഇതിനെ ഏത് രീതിയിലൊക്കെ മാറ്റിയെടുക്കാൻ ഒക്കും. തീർച്ചയായിട്ടും നല്ല നടപടികളെടുത്താൽ ഈ കൊളീജിയം സിസ്റ്റത്തിനെ ഉടച്ചു വാർക്കണം. ഈ 3 പേര് അല്ലെങ്കിൽ 2 പേരെന്നുള്ള സിസ്റ്റം മാറ്റി ഈ ഹൈക്കോടതിയിലെ കൊളീജിയം 3 പേരേ ഉള്ളൂ, ചീഫ് ജസ്റ്റിസിന് 2 പേരും. അതിലൊരാൾ പുറത്തുനിന്ന് വരുന്ന ആളാണ് ചീഫ് ജസ്റ്റിസ്. എപ്പോഴും ലോക്കൽ ബാറിൽ അഭിഭാഷകരെ പരിചയം പോലും ഇല്ലാത്ത ആളാണ്. പിന്നെ 2 പേര് മാത്രം ആക്കണേ എന്തിനാണ്? അതിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി.
പിന്നെ മറ്റൊരു സംവിധാനമുണ്ട്. കോടതിയിൽ ഈ അഭിഭാഷകരെ സെലക്ട് ചെയ്യാനായിട്ട് സീനിയർ ഡെസിഗ്നേഷൻ ആയിട്ട് കൊടുക്കാനായിട്ട് സീക്രട്ട് വോട്ട് ജഡ്ജിമാരുടെ നിലവിലുണ്ട്. അതുപോലെ ഒരു ലാർജർ കൊളീജിയം, ഒരു 30 ജഡ്ജിമാരുള്ള ഹൈക്കോടതിയിൽ 15 ജഡ്ജിമാരെങ്കിലും കൊളീജിയത്തിൽ പെടുത്തണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അവരുടെ ഒരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി, ഒരു സെലക്ട് ലിസ്റ്റ് ഉണ്ടാക്കി കൊള്ളാവുന്നവർ, മിടുക്കരെ, സത്യസന്ധരായിട്ടുള്ള അഭിഭാഷകരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരു കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ വോട്ടിട്ട് സീക്രട്ട് വോട്ടിട്ടാൽ യാതൊരു പ്രശ്നവുമില്ല. പല രീതിയിലും ഈ ജുഡീഷ്യറിയിലെ സെലക്ഷൻ സംവിധാനത്തിനെ കൊളിയെത്തിക്കണം നന്നാക്കാൻ സാധിക്കും. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ ആ ഒരു സിസ്റ്റത്തെ തന്നെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? കൊളീജിയത്തിന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും അതിങ്ങനെ ശരിയാക്കി കൊണ്ടുവരാം എന്നുള്ളതിനുള്ള വാദങ്ങൾ എന്തിനാണ് ഇങ്ങനെ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങളെപ്പോലുള്ളവരൊക്കെ? അത് എന്താ രാഷ്ട്രീയക്കാർ അല്ലേ ഇത്രയും കാലം ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത്? രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ജുഡീഷ്യറിക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയ ഒരു സ്വഭാവം, ഒരു പൊതു അർത്ഥത്തിലുള്ള രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഇവിടെ തന്നെ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന കമ്മീഷനുകൾ ആരാണ് അതിൻ്റെ അപ്പോയിൻമെൻറ്റുകൾ നടത്തുന്നത്? ഉദാഹരണം റൈറ്റ് ടു ഇൻഫർമേഷൻ പോലെയുള്ള കമ്മീഷനുകൾ അതൊക്കെ പ്രവർത്തിക്കുന്നില്ലേ കൃത്യമായി? അതൊക്കെ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കൊണ്ട്, അപ്പോയിൻമെൻറ്റുകൾ കൊണ്ട് എല്ലാം തകർന്നു പോയി എന്ന അഭിപ്രായമാണോ താങ്കൾക്ക്? ഇല്ലില്ല ലാൽ, ഒരിക്കലും ഞാനത് പറഞ്ഞില്ലല്ലോ. 40 വർഷക്കാലം നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ഏകദേശം 40 വർഷക്കാലം 93 വരെ എന്തായിരുന്നു സംവിധാനം? ഗവൺമെൻറ് അറിഞ്ഞവർ മാത്രമേ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഗവൺമെൻറ് അങ്ങനെയുള്ള അപ്പോയിൻറ്റ്മെൻറ്റുകളിൽ പലപ്പോഴും സ്വാധീനം ചെയ്ത് ചില രാഷ്ട്രീയ താല്പര്യമുള്ളവരെ നിയമിച്ചിട്ടുണ്ട്, വാസ്തവമാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജിമാർ ഈ 1950 മുതൽ 93 വരെ സുപ്രീം കോടതി വന്നിട്ടുണ്ട്. ഹൈക്കോടതി ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റിസ് കൃഷ്ണയ്യരും ജസ്റ്റിസ് കെ മാത്യുവും ഒക്കെ ആ സിസ്റ്റത്തിൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളവരാണ്. 6 കൊല്ലം 7 കൊല്ലം ഹൈക്കോടതി ജഡ്ജിമാരായിരുന്നവരെ സുപ്രീം കോടതി ജഡ്ജിമാരാക്കി. അപ്പോൾ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജിമാരെ പഴയ സിസ്റ്റം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് അങ്ങനെയാണെങ്കിലും അതിനേക്കാളും ഒരു നല്ല സംവിധാനം ഈ കൊളീജിയം സിസ്റ്റം കൊണ്ടുവന്നു. അത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റിസ് ശ്രീ എൻ രാമേന്ദ്രൻ നായർ, ശ്രീ ജെ ആർ പത്മകുമാർ, ജസ്റ്റിസ് എൻ രാമേന്ദ്രൻ നായർ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതിന് അദ്ദേഹത്തെ പേടിപ്പിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിചാരം. ഇപ്പോൾ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷനാണ് പൊതുവെ എല്ലാവരും ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനത്തിൽ അംഗീകരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്നത്തേതുപോലെ ഒരു സർക്കാരിൻ്റെ കീഴിൽ ഇങ്ങനൊരു കമ്മീഷൻ വരുമ്പോൾ ആ പ്രധാനമന്ത്രിയും ആ ചീഫ് ജസ്റ്റിസും കൂടി ആലോചിച്ച പേരിന് പ്രതിപക്ഷ നേതാവിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടാത്ത പ്രതിപക്ഷമുള്ള രാജ്യമാണിതിപ്പോൾ. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വേണമെങ്കിൽ അവിടെ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന 2 പൊതു ആളുകൾ എന്ന് പറയുന്നതൊക്കെ ശ്രീ ഡോക്ടർ സമ്പത്തിൻ്റെ ഭാഷയിൽ സംഘപരിവാർ അനുഭവമുള്ളവരൊക്കെ ആകാം. അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും ഇവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയല്ലേ ജഡ്ജിമാരെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ചേർന്നല്ലല്ലോ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഈ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷനിൽ വരുന്ന 2 അംഗങ്ങളെ തീരുമാനിക്കുന്നതാണ് പ്രധാനമന്ത്രിയും ഓപ്പോസിഷൻ ലീഡറും ചീഫ് ജസ്റ്റിസും കൂടി ചേർത്തിട്ട്. അതിൽ എന്തായാലും ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് അപ്പോയിൻമെൻറ്റ് വരുന്നതിൽ ജുഡീഷ്യറിക്കാണ് മുൻകൈ. ചീഫ് ജസ്റ്റിസ് ഉണ്ട്, സീനിയർ മോസ്റ്റ് 2 ജഡ്ജിമാരുണ്ട്. അപ്പോൾ ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതിലും വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ 2 അംഗങ്ങളിൽ ഒരാൾ SC/ST അല്ലെങ്കിൽ വനിത അല്ലെങ്കിൽ മൈനോറിറ്റി. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന് കൂടി ഒരു അവകാശം വരുന്നുണ്ട്. അതും കൂടിയാണ് നഷ്ടപ്പെടുന്നത്. മാത്രമല്ല ഈ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വിധേയത്വം വരുന്നുണ്ടെങ്കിൽ ഈ സീനിയർ മോസ്റ്റ് ജഡ്ജസിനോട് താഴെയുള്ള ഈ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വിധേയത്വം വരേണ്ടത് മനുഷ്യരല്ലേ? ഇവരൊന്നും മനുഷ്യത്തിന് അതീതമല്ലല്ലോ. അപ്പോൾ സീനിയർ മോസ്റ്റ് ജഡ്ജസിന് താല്പര്യമുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ? ഇത് പെട്ടെന്നുണ്ടായ സംഭവമല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജുഡീഷ്യറിയിലാണ് തെറ്റുതിരുത്തലും സ്വയം വിമർശനവും ഏറ്റവും കുറച്ച് മാത്രം നടന്നിട്ടുള്ള റിഫോംസ്. അപ്പോൾ അവിടെ ഇത് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ വളരെ കാര്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാറ്റം വരണം കൊളീജിയം സിസ്റ്റത്തിൽ. ഏകദേശം ഈ നിയമവുമായി ബന്ധപ്പെട്ട് 20ഓളം സംസ്ഥാനങ്ങൾ ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. 26ഓളം പാർട്ടികൾക്ക് ഇന്ത്യയിൽ ഇതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. പിന്നെ എന്തെങ്കിലും കുറവ് ഈ ഇതിലുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കാം. അതുകൊണ്ട് ഈ സിസ്റ്റം തന്നെ വേണ്ടെന്ന് നിശ്ചയിക്കുന്നത് തെറ്റാണ്. കുറവ് പരിഹരിക്കാം. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ആ കുറവുകൾ പരിഹരിക്കാമെന്ന് പറയുമ്പോൾ തിരിച്ച് കൊളീജിയത്തിൽ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ അവരെ പോലുള്ള ആളുകൾ ഒരുപക്ഷെ ആ കുറവുകൾ പരിഹരിക്കാൻ അവിടെയും ഈ ആളുകളുടെ എണ്ണം കൂട്ടുക, നേരത്തെ 15 പേരെങ്കിലും ഉൾപ്പെടുത്തണം ജഡ്ജിമാരെ എന്നൊക്കെയുള്ള കണക്കുകൾ
ജസ്റ്റിസ് പറയുന്നുണ്ടായിരുന്നല്ലോ. അതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ ജെ ആർ പത്മകുമാർ ചൂണ്ടിക്കാട്ടിയ ഇതിനകത്തുള്ള സാമൂഹികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക, വനിതകൾക്കും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും, ഇതൊക്കെ അപ്പുറത്തും കൊണ്ടുവരാൻ ഇത് എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പേരിൽ മാത്രമല്ലാതെ എന്ന് ആളുകൾ ചോദിക്കുമോ? അത് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ. കാരണം ഇപ്പോൾ ശ്രീ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ പറയുകയുണ്ടായി, ഈ കൊളീജിയത്തിലെ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ന്യായാധിപരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, സീനിയർ ഡെസിഗ്നേഷൻ കൊടുക്കുന്നത് പോലെയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ദിരാ ജയ്സിംഗ് സുപ്രീം കോടതിയിൽ ഇന്നത്തെ സീനിയർ ഡെസിഗ്നേഷൻസിനെ സംബന്ധിക്കുന്ന ഈ പറയുന്ന വലിയ കൊളീജിയം നടത്തുന്ന സീനിയർ ഡെസിഗ്നേഷനെ കുറിച്ച് നൽകിയ പൊതുതാൽപര്യ വ്യവഹാരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇന്നത്തെ സീനിയർ ഡെസിഗ്നേഷൻ യഥാർത്ഥത്തിൽ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ രഹസ്യമായി നടക്കുന്നൊരു സമ്പ്രദായമാണ്. നാട്ടിൽ നടക്കുന്ന സൗന്ദര്യ മത്സരങ്ങളിൽ പോലും കൂടുതൽ മെച്ചപ്പെട്ട മാനദണ്ഡങ്ങൾ അവലംബിക്കപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന കൂടുതൽ വലിയ കൊളീജിയത്തിൻ്റെ അവസ്ഥ. സീനിയർ ഡെസിഗ്നേഷൻ ഇന്ത്യയിൽ ഏറ്റവും അധികം ന്യായാധിപ നിയമനം പോലെ തന്നെ വിമർശിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് ന്യായാധിപർ അറിയണമെങ്കിൽ ദുഷ്യന്ത് ദവെ സുപ്രീം കോടതിയിൽ വെച്ച് പറയുന്നതുപോലെ ഇന്ന് നിലവിലുള്ള ന്യായാധിപർ ബുർക്ക ധരിച്ച് കോടതിയുടെ വരാന്തകളിൽ കൂടി ഒന്ന് നടന്നു നോക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ വിഷയം. അതവിടെ ഇരിക്കട്ടെ. പ്രശ്നം അതല്ല. പ്രശ്നം ലാൽ ചോദ്യത്തിൽ പലപ്പോഴും ഉന്നയിച്ചതുപോലെ അവസര സമത്വത്തിൻ്റേതാണ്. പ്രശ്നം സുതാര്യതയുടേതാണ്. എന്തുകൊണ്ട് നമ്മുടെ ഉന്നത കോടതികളിലെ ഒഴിവുകൾ വിജ്ഞാപനം ചെയ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് അർഹരായിട്ടുള്ള ആളുകൾക്ക് പരിഗണിച്ച് സെലക്ട് ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവരെ പരിഗണിച്ച് കിട്ടുവാനുള്ള അവകാശം അത് ഭരണഘടന നൽകുന്ന മൗലികാവകാശത്തിൽപ്പെടുന്നതാണ്. അത് പബ്ലിക് സർവീസിലുള്ള ആ അവകാശം എന്തുകൊണ്ട് ന്യായാധിപ നിയമനത്തിൻ്റെ കാര്യത്തിൽ മാത്രം നിഷേധിക്കപ്പെടുന്നു? എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ന്യായാധിപർ തന്നെ ന്യായാധിപരെ നിയമിക്കുന്ന, ന്യായാധിപർ സ്വയം വിശുദ്ധ പശുക്കളായി നടിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായത്? എന്തുകൊണ്ട് കൂടുതൽ ഞാൻ ഇതിനെ ജനപ്രിയമാക്കണമെന്നല്ല പറയുന്നത്, ഇതിനെ ജനാധിപത്യപരമാക്കണം, ഡെമോക്രറ്റൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന് ധാരാളം മാതൃകകൾ, ലോകോത്തര മാതൃകകൾ നമ്മുടെ മുമ്പാകെയുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം കൊളീജിയത്തിൻ്റെ റിഫർമേഷൻ എന്ന് പറയുമ്പോഴും നിലവിലുള്ള അധികാരങ്ങളെ വിട്ടൊഴിയാൻ നമ്മുടെ ഉന്നത കോടതികളിലെ ന്യായാധിപർ തയ്യാറല്ല. അവർ നീതിന്യായപരമായ അധികാരം കൈയാളട്ടെ, അതിനാർക്കും വിരോധമില്ല. പ്രശ്നം അവർ ഭരണപരമായ അധികാരം കൈയാളാൻ ശ്രമിക്കുമ്പോഴാണ്. ഇവിടെ നടക്കുന്നത് ന്യായാധിപ സെലക്ഷനാണ്. സെലക്ഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ന്യായാധിപരെ സെലക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകണം, അതിന് സുതാര്യതയുണ്ടാകണം. അത് വസ്തുനിഷ്ഠമായ തെരഞ്ഞെടുപ്പ്, വസ്തുനിഷ്ഠമായ സെലക്ഷൻ ഉറപ്പുവരുത്താൻ ആന്തരികമായി സുസജ്ജമായിട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ്. സമ്പ്രദായത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ തിരിച്ചെത്താം അഡ്വക്കേറ്റ് കാളിശ്വരൻ. ഡോക്ടർ സമ്പത്ത്, ഒരുപക്ഷെ രാഷ്ട്രീയം ആണ് ഈ പറഞ്ഞ ജനാധിപത്യത്തിനും അവസര സമത്വത്തിനും ഒരുപക്ഷെ പരിഹാരമായി രാഷ്ട്രീയ മേൽനോട്ടം അത് വേണ്ടതാണ്. ഈ പറയുന്ന പ്രക്രിയയിലൂടെ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവും ഉണ്ടാവില്ല. അതാണ് നമ്മൾ തുടർന്ന് വരുന്നത്. പക്ഷേ കാലഘട്ടം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ സമയത്തുണ്ടാകുന്ന രാഷ്ട്രത്തിലെയും സമൂഹത്തിലെയും മാറ്റങ്ങൾ നിയന്ത്രണത്തിന് എത്രത്തോളം സർക്കാരിന് ഇടപെടാൻ സാധിക്കുന്നു, ഒരു വലിയ സംവിധാനം ഉള്ളപ്പോൾ തന്നെ അതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നവരാണോ മുകളിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ളതും ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ളവർ പരിശോധിക്കും. ഞാൻ നേരത്തെ ജെ ആർ പത്മകുമാറിന് ചോദിച്ച ആ ചോദ്യം അതാണ്. അല്ല, അതിൽ ലാല ഒരു കാര്യം, രാഷ്ട്രീയമായ മേൽനോട്ടം എന്നുള്ളതല്ല. ഞാൻ ആ രാഷ്ട്രീയമായ മേൽനോട്ടം എന്ന അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നാൽ ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. ജനാധിപത്യപരമായ മേൽനോട്ടം, ജനാധിപത്യപരമായ മേൽനോട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഈ നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാം. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിധി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുണ്ട്. അത് ആ ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെ ഹനിക്കാനായി ജുഡീഷ്യറിക്ക് അധികാരം ഇല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരോ ആയിക്കോട്ടെ, ഇന്ത്യയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പദവി നൽകുന്നില്ല എങ്കിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്
പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക പദവി നൽകിയില്ല എന്നിരിക്കട്ടെ. വേണമെങ്കിൽ ആ സാങ്കേതിക പ്രശ്നം കൊണ്ടുവരാൻ അങ്ങനെ അത് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഭേദഗതികൾ പലതും വരികയുണ്ടായി. ആ ഭേദഗതികൾ വരുന്ന വേളയിൽ തന്നെ അത് ലീഡർ ഓഫ് ദ സിംഗിൾ ലാർജസ്റ്റ് ഓപ്പോസിഷൻ എന്നുള്ള നിലയിലേക്ക് അങ്ങനെ അത് വരുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള പ്രതിപക്ഷ നേതാവിന് വേണ്ടതായിട്ടുള്ള അംഗബലം ആ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയുടെ ഓപ്പോസിഷൻ പാർട്ടിയുടെ നേതാവിന് ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ പദവി കൊടുത്തുകൂടാ എന്നൊന്നുമില്ല. ഇന്ത്യയിൽ അങ്ങനെ ആദ്യമായി കൊടുത്തത് പശ്ചിമ ബംഗാളിലാണ്. അവിടെ കോൺഗ്രസിന് വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പദവിക്കുള്ള അർഹത ഇല്ലാതിരുന്നിട്ടും ജ്യോതി ബസു തമിഴ്നാട്ടിലേതുപോലെ ഒരു അവസ്ഥയാണെങ്കിലോ അവിടെ ഒരു പ്രതിപക്ഷത്തിന്റെ അവസ്ഥ അറിയാമല്ലോ. അല്ല, പ്രതിപക്ഷം എന്നാലും ഏതെങ്കിലും ഒരു പ്രതിപക്ഷം ഉണ്ടാവില്ല. എല്ലാവരും ഒരേ പാർട്ടി എന്നുള്ള നിലയിൽ ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ അവിടെ പ്രതിപക്ഷം എന്നുള്ള ഒരാൾ മാത്രമാവട്ടെ, പ്രതിപക്ഷ പാർട്ടിയിലെ ഒരാൾ മാത്രമാകട്ടെ, അങ്ങനെ ആയാൽ പോലും അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ സമിതിയിൽ ഉണ്ടാവണമല്ലോ, അങ്ങനെ വരണമല്ലോ. ഇനി മറ്റൊരു കാര്യം, ഇവിടെ എല്ലാം ജുഡീഷ്യറിയിൽ എല്ലാം അവിടെ വളരെ നന്നായ നിലയിലാണ് എന്ന് ജുഡീഷ്യറിയുടെ തലപ്പത്തുള്ളവർക്ക് പോലും പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ശ്രീ നവാബ് രാജേന്ദ്രൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള, നിലവിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള അന്നാണ് അദ്ദേഹത്തിൻ്റെ പുത്രി, അദ്ദേഹത്തിൻ്റെ കോടതി ഒഴികെയുള്ള ബാക്കിയുള്ള സുപ്രീം കോടതി ജഡ്ജിമാരുടെ എല്ലാം കോടതികളിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തിരുന്നൊരു കാര്യം ഒരു സുപ്രീം കോടതി ജഡ്ജിയും വിലക്കിയില്ല. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഇത് കണ്ടെത്തിയില്ല. അവിടുത്തെ ബാർ അസോസിയേഷൻ കണ്ടെത്തിയെങ്കിൽ അവരാരും ഇത് മുന്നോട്ട് പറയാനായി ധൈര്യം കാട്ടിയില്ല. ഒരു മലയാളിയായ നവാബ് രാജേന്ദ്രൻ ഇവിടെ ശ്രീ കാളീശ്വരൻ രാജ് പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ വരാന്തകളിൽ കയറി ഇറങ്ങി നടന്നപ്പോഴാണ് ഇത് ചട്ടവിരുദ്ധമാണല്ലോ എന്ന് കണ്ടെത്തിക്കൊണ്ട് ഒരു കത്തെഴുതുന്നതും പത്രമാധ്യമങ്ങളിൽ വരുന്നതും അങ്ങനെ അത് മതിയാക്കിപ്പിച്ചത്. ഇവിടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് പലരും പുറത്തു പറയാത്തത് കോടതി അലക്ഷ്യത്തെ ഭയന്നിട്ട് മാത്രമാണ്. ഇവിടെ എന്തായാലും നിലവിലുള്ള കൊളീജിയം സിസ്റ്റത്തെക്കാൾ മോശമൊന്നുമല്ല ഈ നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ. തീർച്ചയായും വളരെ പ്രസക്തമായിട്ടുള്ള ആ കാര്യത്തിന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മാത്രമാണ് നമുക്ക് ഉത്തരം നൽകേണ്ടതായിട്ട് ഇപ്പോൾ ഈ പാനലിൽ ഉള്ളത്. ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, വിവരാവകാശ നിയമം പോലും ബാധകമല്ല. പല ചീഫ് ജസ്റ്റിസുമാരുടെയും അവസ്ഥ ഡോക്ടർ സമ്പത്ത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടി. നേരത്തെ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ മകൾ അഭിഭാഷക വൃത്തി നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ. ഒപ്പം മാർക്കണ്ഡേയ ഗഡ്ജു ഇന്ന് അഭിപ്രായപ്പെട്ടത് താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് 50 കോടി രൂപയ്ക്ക് ബാംഗ്ലൂരിൽ ഒരു വീട് പണിതിരിക്കുന്നതിൻ്റെ സോഴ്സ് കാണിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഈ ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ അടങ്ങിയ ഒരു കൊളീജിയം ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും സർ ആ കാര്യങ്ങളൊക്കെ, ആ ഒരു കൊളീജിയം? ലാല്, ഞാൻ മാർക്കണ്ഡേയ ഗഡ്ജുവിൻ്റെ സ്വാതന്ത്ര്യം എടുക്കുന്നില്ല. എനിക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ജുഡീഷ്യറി അഴിമതി വിമുക്തമല്ല. ഒരു കാരണവശാലും അത് സമ്മതിക്കാനൊക്കില്ല. ആരൊക്കെയാണ് അഴിമതിക്കാരെന്നൊക്കെ ഞാൻ എല്ലാവരും അറിയുന്നവരാണ്. എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളതല്ലേ, അവരുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുള്ളവരാണ്. എന്നെക്കൊണ്ട് അത് പറയിപ്പിക്കരുത്. ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് വളരെ ദുഃഖം തോന്നിയിട്ടുണ്ട് പല അഴിമതി കേസുകളെക്കുറിച്ചും കേൾക്കുമ്പോൾ. വളരെ ഞാൻ അതിലങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും ഇങ്ങനൊരു ചർച്ചയിൽ ആളുകളുടെ പേര് പറയിപ്പിക്കാനാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ഞാൻ ഈ തവണ അത് ബുദ്ധിമുട്ടുന്നില്ല ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. പക്ഷേ ഒരു റിഫോം വേണമല്ലോ, ജുഡീഷ്യറിയിൽ ഒരു പരിഷ്കരണം വേണമല്ലോ. ഇന്ന് വരെ അവിടെ ഒരു റിഫോമിന് വേണ്ടി മുതിർന്നിട്ടില്ല. ബാക്കി എല്ലായിടത്തും റിഫോംസ് വേണമെന്ന് ആളുകൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതാ IAS പോലെ, IPS പോലെ, അല്ലെങ്കിൽ മറ്റ് പരീക്ഷകളൊക്കെ നടത്തുന്നത് പോലെ ജുഡീഷ്യൽ സിസ്റ്റം തന്നെ ഒരു പരീക്ഷയുടെ ഘട്ടത്തിലൂടെ കടന്നുപോയി ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു റിഫ്രഷ്മെൻ്റ് അവിടെ വരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മാറ്റം വേണ്ടേ സർ? ലാല് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ലാല് പറഞ്ഞത്. വളരെ വർഷങ്ങളായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സജസ്റ്റ് ചെയ്യുന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് വേണം. ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ ജഡ്ജിമാരെ നിയമിച്ചു. ജസ്റ്റിസ് കേരളത്തിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രാമൻ നായരൊക്കെ ICSകാരാണ്. എത്രയോ പ്രഗത്ഭമായ ജഡ്ജിമാർ അങ്ങനെ വന്നിട്ടുണ്ട്. അവർ നിയമത്തിലെ എക്സ്പേർട്സ് അല്ലെങ്കിൽ പോലും വലിയ ജഡ്ജിമാരായിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജുഡീഷ്യറി താഴത്തെ ലെവലിൽ തന്നെ ആ ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് എന്താണ് തടസ്സം? അതോ ഈ പറയുന്ന കൊളീജിയത്തിൻ്റെയും ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ്റെയും ഇടയിൽ കിടന്ന് ഈ തർക്കം ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമോ അല്ലയോ എന്ന ചോദ്യത്തിൽ കിടന്ന് കറങ്ങുമോ? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പോംവഴി അതാണ്. ഈ ഇന്ന് നിലവിലുണ്ടാക്കാൻ ശ്രമിച്ച NJACക്കും അപ്പുറം
ഇന്ന് നിലവിലുള്ള കൊളീജിയത്തിനും അപ്പുറം കൂടുതൽ ജനാധിപത്യപരമായിട്ടുള്ളൊരു സംവിധാനം ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ സമൂഹത്തിനും ഉതകുന്ന വിധത്തിലുള്ളൊരു സംവിധാനം. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ വേണ്ടത് ഒരു ലെജിസ്ലേറ്റീവ് റാഡിക്കലിസമാണ്. ജുഡീഷ്യൽ ആക്ടിവിസം ഈ കാര്യത്തിൽ വിശ്വസിക്കാവുന്ന ഒന്നല്ല. കാരണം ജുഡീഷ്യറി ഇതുവരെയും അവരുടെ അധികാരങ്ങൾ വിട്ടൊഴിയാൻ തയ്യാറായിട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട്. മാത്രമല്ല, ജസ്റ്റിസ് കൃഷ്ണയ്യർ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, കിൻ സിൻഡ്രം. നമ്മുടെ കോടതികളെ കിൻ സിൻഡ്രം ബാധിച്ചിരിക്കുന്നു. ബന്ധുജനങ്ങൾ, അതുപോലെ അവരുമായി അടുത്ത പാർശ്വവർത്തികൾ, ഈ രീതിയിലുള്ളൊരു ലോബിയിങ്ങിന് എന്താണ് ജുഡീഷ്യറിയിൽ സ്ഥാനം? കൊളീജിയത്തിൻ്റെ മറവിൽ പലപ്പോഴും നടക്കുന്നത് ലോബിയിങ് ആണ്, രഹസ്യമായ ലോബിയിങ് ആണ്. രാഷ്ട്രീയത്തിൽ ലോബിയിങ് നമുക്ക് മനസ്സിലാക്കാം. അമേരിക്കയിലെ രാഷ്ട്രീയത്തിൽ ലോബിയിങ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് റാഡിക്കലിസം, ഞാൻ സമ്പത്തിലേക്ക് അവസാനം എത്താം, അതിനു മുമ്പ് ഈ പറഞ്ഞ അർത്ഥത്തിൽ ലെജിസ്ലേറ്റീവ് റാഡിക്കലിസം എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നടന്നത് എന്താണ്? ഈ പറഞ്ഞ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ലോക്സഭ, രാജ്യസഭ, 16ഓളം സംസ്ഥാന നിയമസഭകൾ ഇവരെല്ലാം പാസ്സാക്കി പ്രസിഡന്റ് അനുമതി കൊടുത്തത് ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഒരു സുപ്രീം കോടതി വിധിയിലൂടെ ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിക്കുമ്പോൾ എന്താണ് അട്ടിമറിക്കുന്നത് സർ? പക്ഷേ ലാൽ, ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പാർലമെൻറ്റിൻ്റെ പവർ, അതിലൊരു ലക്ഷ്മൺ രേഖയുണ്ട്. ഭരണഘടനയിലെ ഒരു വിഭജനം, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ ജുഡീഷ്യറിയുടെ ഒരു ഇൻഡിപെൻഡൻസ്, സ്വതന്ത്ര ഒരു ജുഡീഷ്യറിയാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിൽ രാഷ്ട്രീയക്കാരുടെ നോമിനീസ് വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ഡോക്ടർ സമ്പത്ത് ലെജിസ്ലേറ്റീവ് റാഡിക്കലിസം ചോദിച്ചപ്പോൾ അവിടെ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ അനുവദിക്കാൻ പറ്റില്ല എന്ന് തുറന്നു പറയുന്നു ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ. രാഷ്ട്രീയക്കാരുടെ ഇടപെടലല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. രാഷ്ട്രീയമായ മേൽനോട്ടമല്ല, പൊളിറ്റിക്കൽ സൂപ്പർവിഷൻ അല്ല, വാസ്തവത്തിൽ ജനാധിപത്യപരമായ മേൽനോട്ടമാണ് വേണ്ടത്. ആ ജനാധിപത്യപരമായ മേൽനോട്ടം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? അപ്പോൾ ജനങ്ങളോടാണ്. ഞാനൊരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ഞാൻ മറുപടി പറയേണ്ടത് ജനങ്ങളോടാണ്. എൻ്റെ ഗവൺമെൻറ് മറുപടി പറയേണ്ടത് ജനങ്ങളോട്. ഞാൻ മറുപടി പറയുന്നതുകൊണ്ട് ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ നിയമനിർമ്മാണ സഭയോടാണ്. അത് രാജ്യത്ത് പാർലമെൻറ്റും അതുപോലെ സംസ്ഥാനങ്ങളിൽ നിയമസഭയുമാണ്. ഇവിടെ ഒരു കാര്യം, ജുഡീഷ്യറി അവരുടെ കയ്യിലുള്ള അധികാരങ്ങളൊന്നും ആരും ചോദ്യം ചെയ്യരുത്. തങ്ങളുടെ കയ്യിലുള്ള അധികാരം അവർ ഒരു കാരണവശാലും വികേന്ദ്രീകരിക്കാൻ അവർ തയ്യാറല്ല. എല്ലാ അധികാരങ്ങളും കൈയാളുകയാണ്. മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളിൽ കോടതി ഇടപെടുന്നതായിട്ടുള്ള ജുഡീഷ്യൽ ആക്ടിവിസം എന്നാണ് ഇത് പറയുന്നതെങ്കിൽ കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് എല്ലാം കൂടി ഈ കേസുകൾ കൈകാര്യം ചെയ്യും. പ്രശ്നത്തോട് മാത്രം ഞാൻ ഇടപെടുന്നു. എന്തായാലും ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജനാധിപത്യപരമാകണം. കൊളീജിയം ഇപ്പോൾ തുടരുന്നത് പോലെ തന്നെ മുന്നോട്ട് പോയാൽ ഇത് 21ാം നൂറ്റാണ്ടിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് എല്ലാവരും ചർച്ചയിൽ അഭിപ്രായപ്പെടുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ സമ്പത്ത്, ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ശ്രീ JR പത്മകുമാർ.